പഫ്സിനേക്കാളും രുചിയിൽ അടിപൊളിയായിട്ടുള്ള ചായക്കടിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ അരക്കപ്പ് പാലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും ചേർത്തിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. നമ്മൾ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ചേർത്തതിന് ശേഷം ആക്റ്റീവായിട്ടുള്ള പാലും ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിത് 2 പാർട്ടാക്കിയതിന് ശേഷം ഒരു മാവ് എടുത്തിട്ട് കൈകൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കണം. നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം പരത്തി വെച്ച മാവ് നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിൽ കവറാകുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ 2-3 മുട്ട പുഴുങ്ങി കട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് എടുത്തിട്ട് അത് നമ്മൾ ഇതേപോലെ തന്നെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡെല്ലാം പ്രസ് ചെയ്തിട്ട് നമ്മൾ ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ലോക്കാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. കുറച്ച് സമയം കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇളകി വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ.